Morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയോ? വായിച്ചില്ല ആരും? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? മാർക്കറ്റിംഗ്സ് വരെയല്ലേ നമ്മൾ എടുത്തത്? എന്തായിരുന്നു മാർക്കറ്റിംഗ്സ്? എന്തായിരുന്നു മാർക്കറ്റിംഗ്സ്? എന്തായിരുന്നു? സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? മിക്സിംഗ് ഓഫ് എന്തിന്റെ മിക്സിംഗ് ആണ്? ഫോർ പീസ് അല്ല കേട്ടോ, ഫോർ സ്ട്രാറ്റജീസ് കേട്ടോ. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണില്ലേ? എന്താണ്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷൻ സ്ട്രാറ്റജി ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ മിക്സിംഗിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി തൊട്ട് അല്ലേ ഇനി പറയാനുള്ളത്? ഓക്കെ, ഇത്രവരെയും ക്ലിയർ ആണോ? നോക്കിയേ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസില് ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ഡിസിഷൻ അബൌട്ട് എ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുക എന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എടുക്കുന്ന ഡിസിഷൻ, തീരുമാനം എന്ന് പറയുന്നത്. അതുപോലെ നോക്കിയേ, product strategy consists of offering the right consumer goods and services to the right target audience. എങ്ങനെയാണ് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്? റൈറ്റ് കൺസ്യൂമർക്ക് റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത്? റൈറ്റ്, ശരിയായ കസ്റ്റമർക്ക് ശരിയായ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, ഓഫർ ചെയ്യുക. Product strategy consists of quality, new product, package, design, brand names, research and development. എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങള്? കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്വാളിറ്റി അല്ലെ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കണം. അതുപോലെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കണം. അതുപോലെ അതിന്റെ പാക്കേജിങ്, ഡിസൈൻ എങ്ങനെയാണ്, ബ്രാൻഡ് നെയിംസ്. ബ്രാൻഡ് നെയിംസ് അറിയാലോ എന്താണെന്ന്? നമ്മളൊരു എന്താണ് ഒരു സോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെയിംസ് ഉണ്ട് അല്ലെ. ഓരോ കമ്പനിയും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെയിംസ് ആണ് ആ സോപ്പിന് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? ലെക്സ് ഉണ്ട്, പെയേഴ്സ്, അതുപോലെ റെക്സോണ, അതുപോലെ എന്താ വിവൽ, അങ്ങനെയുള്ള പലതരത്തിലുള്ള നെയിംസ്. അതാണ് ബ്രാൻഡ് നെയിം. ഇനി എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഗവേഷണവും ഡെവലപ്മെന്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നോക്കിയേ, പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം ആണ് കൊടുത്തിരിക്കുന്നത്. The aim of product strategy is to evolve products that will meet buyer expectation. എന്താണ് ഇവോൾവ്? എന്താ മീൻ ചെയ്യുന്നത്? ഇവോൾവ് എന്താ മീനിങ്? എന്താ മീനിങ് ഇവോൾവ്? ഇവോൾവ് എന്താ? ഡെവലപ്പ് ചെയ്യുക കേട്ടോ. ഇവോൾവ് എന്ന് പറഞ്ഞാല് ഡെവലപ്പ്. ഇനി എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻസ് മീനിങ് ബയർ എക്സ്പെക്ടേഷൻ. എന്താ മീനിങ് വരാം? പ്രതീക്ഷ അല്ലെ. നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബയറുടെ, സാധനം വാങ്ങിക്കുന്ന ആളാണ് ആര്? ബയർ എന്ന് പറയുന്നത് അല്ലെ. കൺസ്യൂമർ, കസ്റ്റമർ, യൂസർ എന്ന് പറയാം ബയറെ. അപ്പൊ ബയറുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയ്ക്ക്
അനുസരിച്ചിട്ടായിരിക്കണം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം ആണ് എന്ത്? ബയ്യറുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാ പറഞ്ഞത്? അതിന്റെ ഡിസിഷൻ എന്തായിരുന്നു? ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ഉള്ളത്. അതുപോലെ എന്താണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? റൈറ്റ് കൺസ്യൂമർക്ക് റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫർ ചെയ്യണം. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ആ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ മെയിൻ എയിം, ലക്ഷ്യം എന്താണ്? സാധനം വാങ്ങി യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ബയ്യർ എന്ന് പറയുന്നത്. ആ ബയ്യറുടെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഓരോ പ്രൊഡക്റ്റും വികസിപ്പിച്ചെടുക്കേണ്ടത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. പ്ലേസ് സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ മറ്റൊരു പേരാണ് പ്ലേസ് എന്ന് കേട്ടോ. അപ്പൊ അതൊന്ന് ആഡ് ചെയ്ത് വരച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ അനദർ നെയിം ഏതാണ്? അപ്പൊ നിങ്ങൾ എന്തെഴുതും? പ്ലേസ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, നോക്കിയേ പ്ലേസ് സ്ട്രാറ്റജി നോക്കിയേ. A distribution strategy is a method of distributing goods or services to end users. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? ഗുഡ്സ് ആൻഡ് സർവീസസുകള് എൻഡ് യൂസേഴ്സിന്റെ അല്ലെ. എൻഡ് യൂസർ ആരായിരിക്കും? എൻഡ് യൂസേഴ്സ് പറയാൻ പറ്റോ ആരാന്ന്? കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ. ഓക്കെ, അപ്പോ എൻഡ് യൂസർ എന്ന് പറഞ്ഞാല് കൺസ്യൂമർ എന്ന് പറയും, കസ്റ്റമർ എന്ന് പറയും, യൂസർ എന്ന് പറയും, ബയ്യർ എന്ന് പറയും. ഓക്കെ, 4 രീതിയിലാണ് കേട്ടോ പറയുന്നത്. മാറിപ്പോവരുത്. പറയുമ്പോ ആരാണെന്ന് വിചാരിക്കരുത്. എൻഡ് യൂസർ എന്ന് പറയും, കസ്റ്റമർ എന്ന് പറയും, ബയ്യർ എന്ന് പറയും, അതുപോലെ കൺസ്യൂമർ എന്ന് പറയും, യൂസർ എന്ന് പറയും. ഓക്കെ, അപ്പോ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന മെത്തേഡിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? എൻഡ് യൂസറുടെ കയ്യിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കുന്ന ആ ഡിസ്ട്രിബ്യൂട്ടിംഗ് മെത്തേഡ്, അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡിസിഷൻ വിത്ത് റിഗാർഡ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഗുഡ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. എന്താ പറയുന്നത്? ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഭൗതിക പരമായിട്ട് അല്ലെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എൻഡ് യൂസറുടെ കയ്യിലേക്ക്
പറയുന്നത്. ഭൗതിക സൗകര്യങ്ങളോടുകൂടി എങ്ങനെയെല്ലാം എൻ യൂസറുടെ കയ്യിലേക്ക് എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആ ഡിസിഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഭൗതിക സൗകര്യങ്ങളോടുകൂടി യൂസേഴ്സിന്റെ കയ്യിലേക്ക് എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിക്കാം എന്നുള്ള ഡിസിഷൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ എടുക്കുന്നത്. അതുപോലെ എന്താണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? റൈറ്റ് ഗുഡ്സ് അല്ലെ, ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കണം. ഓക്കെ, റൈറ്റ് ഗുഡ്സ് ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിക്കുക. ഇനി എന്താണ് നെക്സ്റ്റ് ആണ് സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് അല്ലെ. ഇങ്ങനെ എത്തിക്കുമ്പോൾ എന്താണ് സെലക്ട് ചെയ്യണം, മാർക്കറ്റിംഗ് ചാനൽസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ഒരു കർഷകൻ പച്ചക്കറി കൃഷി നടത്തുന്നു. പച്ചക്കറി കൃഷി നടത്തി അയാളുടെ വീട്ടിലേക്ക് ഇപ്പൊ നമ്മള് സാധനങ്ങൾ വാങ്ങാനായിട്ട് നേരിട്ട് നമുക്ക് പോകാം അല്ലെ. പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്താം. അയാളുടെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, അയാൾക്ക് ചിലപ്പോൾ ഹോൾസെയിൽ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുത്ത് അത് റീറ്റെയിൽ ഷോപ്പുകാർ എന്ത് ചെയ്യുന്നുണ്ട്, കുറവ് വിലക്ക് വാങ്ങിച്ച് ആ റീറ്റെയിൽ ഷോപ്പുകാര് കൂടുതൽ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അങ്ങനെയും എന്താണ് ചാനൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ചാനൽസ് എങ്ങനെയെല്ലാം വരാം, ഡിഫറെന്റ് ടൈപ്സിൽ വരാം. നേരിട്ട് ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി വരാം, അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് സെല്ല് ചെയ്യാം അല്ലെ. എന്താണ് കർഷകന്റെ കാര്യം പറഞ്ഞില്ലേ മിസ്, നേരിട്ട് പോയിട്ട് അയാളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കാം, ഡയറക്റ്റ് സെല്ല് നടത്താം. അതുപോലെ എന്താണ് അയാൾക്ക് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങനെ എന്താണ് മാർക്കറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ഡിഫറെന്റ് ചാനൽസ് ആണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡിഫറെന്റ് ചാനൽസ് വഴിയും മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനദർ നെയിം ആണ് പ്രൈസ് സ്ട്രാറ്റജി. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എൻ യൂസറിന്റെ കയ്യില് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വഴി എത്തിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് ഗുഡ്സ് ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസിൽ എത്തിച്ചു കൊടുക്കണം. ഇനി എന്താ പറഞ്ഞത്, സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. നമ്മൾ മാർക്കറ്റിംഗ് ചാനൽസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്നല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നേരിട്ട് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് വഴി ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് സാധനങ്ങൾ വാങ്ങാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കടകളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിലൂടെ ആ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? ആ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒന്ന് അടിയിൽ വരച്ചു വെക്കാം കേട്ടോ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ വരാം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയുടെ അനദർ നെയിം ചോദിക്കാം. ക്ലിയർ ആയില്ലേ? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി? നെക്സ്റ്റ് എടുക്കട്ടെ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ പറഞ്ഞത്? നെക്സ്റ്റ് എന്താണ് പ്രമോഷണൽ സ്ട്രാറ്റജി അല്ലെ. പ്രമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പറ്റോ? എന്താ പ്രമോഷണൽ സ്ട്രാറ്റജിയിൽ വരാം? എന്തായിരിക്കും? അഡ്വർടൈസിങ്ങിലൂടെ നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നുണ്ട് അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോട്ടോ. എ പ്രമോഷൻ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ that is actionable to influence people about your business, create more leads and boost customer engagement. എന്താ പറയുന്നത്? പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയുള്ള പ്ലാൻ ആണ്? കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് പൊതുജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ബിസിനസ്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് കസ്റ്റമേഴ്സിനെ അറിയിക്കണം. എന്ത് വഴിയാ അറിയിക്കുക? നമ്മള് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത് ആഡ്സ് വഴിയാണ് അല്ലെ. കസ്റ്റമേഴ്സിനെ അറിയിക്കുകയും അവരെ അതിലേക്ക് സ്വാധീനിക്കുകയും ചെയ്യുന്നത് ഒരു പ്ലാൻ ആണ് എന്ത് പ്രമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
ആ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലൂടെ കുറേയധികം അല്ലെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ആഡ്സ് വഴി കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ബിസിനസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട് മോർ ലീഡ്സ് അല്ലെ ക്രിയേറ്റ് മോർ ലീഡ്സ് കുറേയധികം സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലാൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സ്വാധീനിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അതിലൂടെ എന്താണ് മോർ സെയിൽസ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എന്താണ് വരുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് പ്രൊമോഷണൽ സ്ട്രാറ്റജി. ക്ലിയർ ആണോ പറഞ്ഞത്? അറിയാലോ, അതിന്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ ഐഡിയ വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആയി. ഇനി എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി? എന്താണ് പ്രൈസിങ് എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്? പ്രൈസിങ് സ്ട്രാറ്റജി എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? വില നിർണ്ണയിക്കും അല്ലെ? നമ്മള് ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉണ്ടാക്കി അതിന് എത്രയാണ് വില എന്നുള്ളത് നമ്മള് നിർണ്ണയിക്കുന്നു. പ്രൈസ് സെറ്റ് ചെയ്യലാണ് ഈ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത്. നോക്കിയേ, deals with modes of setting price which should be both justifiable and competitive and bringing in profit. അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൈസിങ് സ്ട്രാറ്റജിയിൽ എന്താ ചെയ്യുന്നത്? സെറ്റിംഗ് പ്രൈസ്. അടിയിൽ ഒന്ന് വരയ്ക്കാം കേട്ടോ, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് വരെയാണെങ്കിൽ ഇത് ഏത് സ്ട്രാറ്റജിയാണ് ചോദിക്കാം. അപ്പൊ എന്താണ് സെറ്റിംഗ് പ്രൈസ് കണ്ടാൽ എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആ അടിയിലൊന്ന് വരയ്ക്കാം. സെറ്റിംഗ് പ്രൈസ് എന്നുള്ളതിന്റെ അടിയിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പ്രൈസിങ് സ്ട്രാറ്റജിയിൽ എന്താണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നു. അതോടൊപ്പം എന്താണ് ഈ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു അല്ലെ? എന്താണ് ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റിറ്റീവ്. നമുക്ക് എന്താണ് ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താ ന്യായമായത് അല്ലെ? സാധാരണക്കാരന് വാങ്ങിക്കാൻ തരത്തിലുള്ള ന്യായമായ പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അതുവഴി എന്താണ് മോർ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൈസിങ് സ്ട്രാറ്റജിയില് പ്രൈസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്? ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റേറ്റീവ് ന്യായമായ തരത്തിലും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള പ്രൈസ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? 4 സ്ട്രാറ്റജി. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ആൻഡ് സെക്കൻഡ് ബേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ആൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ലാസ്റ്റ് വൺ ഈസ് പ്രൈസിങ് സ്ട്രാറ്റജി. പ്രൊഡക്റ്റിൽ എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റില് നമ്മള് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത്. അതുപോലെ അതിനകത്ത് പറഞ്ഞത് റൈറ്റ് കസ്റ്റമേഴ്സിന് റൈറ്റ് ഗുഡ്സ് ആണ് ഓഫർ ചെയ്യേണ്ടത്. അതുപോലെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജിങ്, ഡിസൈൻ, ബ്രാൻഡ് നെയിം സെറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയുടെ എയിം ലക്ഷ്യം എന്തായിരുന്നു? ബയറിന്റെ എക്സ്പെക്ടേഷന് പ്രതീക്ഷയ്ക്കനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്. ഇനി എന്താ പറഞ്ഞത്? നെക്സ്റ്റ് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. എൻഡ് യൂസർക്ക് അല്ലെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഈ എൻഡ് യൂസേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്. ഭൗതിക സൗകര്യങ്ങളോടുകൂടി എങ്ങനെയെല്ലാം നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ഡിസിഷൻ ആണ് അവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ശരിയായ ഗുഡ്സ് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് കൊടുക്കണം. ലാസ്റ്റ് വൺ ഈസ് സെലക്ഷൻ. സെലക്ട് ചെയ്യാം മാർക്കറ്റിംഗ് ചാനൽസ്, എങ്ങനെയെല്ലാം നമുക്ക് എൻഡ് യൂസേഴ്സിന്റെ കയ്യില് സാധനങ്ങൾ എത്തിക്കാം എന്നുള്ള കാര്യം സെലക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? പ്രൊമോഷൻ സ്ട്രാറ്റജി. എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഒരു പ്ലാൻ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പീപ്പിൾസിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആണ് എന്ത് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
അതുവഴി കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുന്നത് വഴി നമുക്ക് എന്താണ് മോർ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുകയും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും സാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി അല്ലെ? പ്രൈസിങ് സ്ട്രാറ്റജിയിൽ എന്താ ചെയ്യുന്നത്? പ്രൈസുകൾ ഫിക്സ് ചെയ്യുന്നു. എങ്ങനെയെല്ലാം ഫിക്സ് ചെയ്യുന്നുണ്ട്? ബോത്ത് ജസ്റ്റിഫയബിൾ ആൻഡ് കോമ്പറ്റീറ്റീവ്, ന്യായമായ തരത്തിലും അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുമാണ് പ്രൈസ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ 4 സ്ട്രാറ്റജി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വായിച്ചു നോക്കൂ കേട്ടോ. ക്ലിയർ ആയോ? 4 സ്ട്രാറ്റജീസും. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. നമ്മള് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ, പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ റീഡിസൈൻ, ഓൾഡ് വൺ റീഡിസൈൻ ചെയ്യുമ്പോ നമ്മൾ കൊക്കോളയുടെയൊക്കെ എക്സാമ്പിൾ പഠിച്ചില്ലേ? ഇതാണ് അവിടെ എന്താണ് ചെയ്യുന്നത്? ഓൾഡ് വൺ ആയിരുന്നു അത് ഡിസൈൻ ചെയ്തെടുത്തല്ലേ? അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് പഠിക്കാനായിട്ട്.
ആറ് സ്റ്റെപ്പ് പഠിക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. എന്താണ്? ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ജനറേഷൻ എന്താണ്? ജനറേഷൻ എന്താ മീൻ ചെയ്യുന്നത്? വികസിപ്പിച്ചെടുക്കുക. അതുപോലെ ഇവിടെ കൺസെപ്റ്റ് എന്താ അർത്ഥം വരുന്നത്? എന്താ? ഐഡിയ. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോ എവിടെ നിന്നെല്ലാം നമുക്ക് ഐഡിയാസ് കിട്ടും എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? നോക്കിയേ. ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ്. നമ്മൾ ചിലപ്പോൾ കൂട്ടമായിട്ടിരുന്ന് സംസാരിക്കുമ്പോ അതിൽ നിന്ന് ഒരാളിൽ നിന്നാവാം, അതിലെ ഒരു ഇൻഡിവിജ്വലിൽ നിന്നാവാം നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താണ്? കൂട്ടമായിട്ടിരുന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ നിന്നാവാം എന്ത് വരുന്നത്? ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ളത് ആ കൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? കൂട്ടമായിട്ടിരുന്ന് നമ്മള് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യുമ്പോ അതിൽ നിന്ന് ഒരാളുടേതാവാം ഐഡിയ. അല്ലെങ്കിൽ എന്താണ്? കൂട്ടമായിട്ടിരുന്ന് സംസാരിക്കുമ്പോ പല ആളുകളുടെയും അഭിപ്രായം അനുസരിച്ചാവാം ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ള ഐഡിയാസ് കിട്ടുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സ്ക്രീനിങ് അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സ്ക്രീനിങ്. എന്താ സ്ക്രീനിങ്? സൂക്ഷ്മ പരിശോധന. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന. ഫസ്റ്റ് വൺ നോക്കിയേ. ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ ഇഫ് നോട്ട് റിമൂവ്ഡ്. അതൊന്നും വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. ഇടയിൽ കയറി വന്നാണ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ടേക്കൺ ഇൻടു കൺസിഡറേഷൻ വരെ മതി കേട്ടോ. ഓക്കെ, ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ ഇഫ് നോട്ട് റിമൂവ്ഡ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞോളൂ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? അപ്പൊ ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കിയിട്ട് അത് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്? ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവോ എന്നുള്ളതും കൺസിഡർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ കൂടുതൽ സെയിൽസ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാവോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. പിന്നീടാണ് നമ്മള് ഡിസിഷൻ എടുക്കുന്നത്. ഇതാണ് രണ്ട് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഈ നോക്കി, യൂസിംഗ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്. ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് നോക്കിയേ, ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ക്വാളിറ്റി നോക്കണം അല്ലെ? പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മാർക്കറ്റ് ചേർക്കാനായിട്ട്. അപ്പൊ ക്വാളിറ്റി വേണം. അതുപോലെ തന്നെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്? അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്. റോ മെറ്റീരിയൽസ് വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. അതുപോലെ തന്നെ അതുണ്ടാക്കാനായിട്ടുള്ള ലേബേഴ്സ്, സ്റ്റാഫുകളും അവിടെ വേണം. ഇനി അതെന്താണ്? നെക്സ്റ്റ് എന്താണ്? കമ്പനീസ് കാപ്പബിലിറ്റീസ്. കമ്പനിക്ക് കഴിവുണ്ടോ എന്നുള്ളത് നോക്കണം. കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മുടക്ക് മുതലിറക്കാനായിട്ടുള്ള കഴിവുണ്ടോ, ക്യാഷ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ അസംസ്കൃത വസ്തുക്കൾ അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ലേബേഴ്സ് ഉണ്ടോ, പിന്നെന്താണ് അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ാണോ? ഇത്രയും വരെ ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? ഇത്രയും വരെ പറഞ്ഞ കാര്യങ്ങള്. ഇനി നെക്സ്റ്റ് എന്താണ്?
ഫെസിലിറ്റീസ് റിക്വയർഡ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? സ്ക്രീനിങ്ങിൽ എന്തൊക്കെയാ പറഞ്ഞത്? കമ്പനീസിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനീസിന്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റപ്പ് ചെയ്തിട്ട് വേണം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുകയാണെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇനി എന്താണ്? നെക്സ്റ്റ് ആണ് ഡിസിഷൻ എടുക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഈ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങൾ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസുകളോ അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം നമ്മൾ മാർക്കറ്റ് ഇറക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ, അത് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, അത് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിവുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. ഇനി എന്താണ്? അത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയോ? സ്ക്രീനിങ് ഓക്കെ ആണോ? സ്ക്രീനിങ് ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് തരാത്തത്? സംഭവം എന്തെങ്കിലും ഇട്ടൂടെ? ഒന്ന് കമന്റ്സ് എന്തെങ്കിലും ചെയ്തൂടെ? ഓക്കെ, ആരൊന്നും പറയുന്നില്ലെങ്കിലും മിസ് എന്താ വിചാരിക്കാം? എല്ലാരും ഓണാണേണോ ഇനി? അല്ലെങ്കിൽ ജോലിയിലാണോ നിങ്ങള്? ഓണാക്കി വെച്ച് പോയതാണോ? ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് ബിസിനസ് അനാലിസിസ് അല്ലെ? ബിസിനസ് അനാലിസിസ് വിശകലനം ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രിഹെൻസീവ് എന്താ? സമഗ്രമായ. കോംപ്രിഹെൻസീവ് മീൻസ് സമഗ്രമായ. അപ്പോ ബിസിനസ് അനാലിസിസില് ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത വിലയിരുത്തണം. മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത വിലയിരുത്തണം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഐഡിയാസ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, റോ മെറ്റീരിയൽസ്, കാപ്പബിലിറ്റി എന്നിവ എന്ത് ചെയ്തു? സൂക്ഷ്മ പരിശോധന നടത്തി, സ്ക്രീനിങ് നടത്തി. അതിനുശേഷം പ്രൊഡക്റ്റ്, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോവോ എന്നുള്ളതും വിലയിരുത്തേണ്ടതാണ്. അതാണ് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റില് വിറ്റഴിഞ്ഞു പോവോ എന്നുള്ളതും വിലയിരുത്തണം. അങ്ങനെ വിറ്റഴിഞ്ഞു പോകാൻ തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ മാർക്കറ്റില് ഇറക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ? ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. അതുപോലെ എന്താണ്? പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും പ്രമോഷൻ ചെയ്യാനായിട്ടും ഗുഡ്സുകള് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഫിനാൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ? എന്താണ്? പ്രൊഡക്ഷൻ നടത്തുമ്പോഴും അത് പ്രമോഷൻ നടത്തുമ്പോഴും അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ ഗ്രോത്ത് റേറ്റ്. എന്താ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാല്? വളർച്ചാ നിരക്ക്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് വളർച്ചാ നിരക്കും പ്രൊഡക്റ്റിന്റെ കോമ്പറ്റീവ് സ്ട്രെങ്ത്, മറ്റു പ്രൊഡക്റ്റുകളോട് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റോ, വിപണിയില് കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യേണ്ടതാണ്. അതാണ് ബിസിനസ് അനാലിസിസ്. ക്ലിയർ ആയോ? നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിറ്റഴിഞ്ഞു പോവോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ, പ്രമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് വിലയിരുത്താം. അതുപോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകളോട് മത്സരിച്ച് നിൽക്കാൻ തരത്തിലുള്ള കോമ്പറ്റീവ് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതും വിലയിരുത്തേണ്ടതാണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഫോർത്ത് സ്റ്റെപ്പ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റിന്റെ വികസനം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുന്ന സ്റ്റെപ്പാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ നോക്കിയേ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് provides feedback of consumer reaction once packaging, branding, etc. So രണ്ട് രീതിയില്, രണ്ട് തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിലുള്ളത്. ഒന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, ഒന്ന് നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമർ റിയാക്ഷൻസ് അല്ലെ. കൺസ്യൂമർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സിന്റെ പ്രതികരണം. ഓക്കെ, പ്രതികരണം. അതുപോലെ വാൻസ് എന്താണ്? വാൻസ് എന്താ? വാൻസ് ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണ്? അതുപോലെ പാക്കേജിംഗ് ആൻഡ് ബ്രാൻഡിംഗ്. കസ്റ്റമേഴ്സിന്റെ പ്രതികരണം എന്താണ്? അവരുടെ ആവശ്യങ്ങൾ എന്താണ്? പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എന്നിവയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? സ്റ്റെപ്പ് ഫിഫ്ത്ത് ആണ് പറയുന്നത്, ടെസ്റ്റ് മാർക്കറ്റിംഗ്. കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗില് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിലോട്ട് ഇറക്കുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ചെറിയ ചെറിയ രീതിയിലാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ഷാമ്പു എടുക്കാം, ഷാമ്പൂവിന്റെ കേസ് എടുക്കാം. ഷാമ്പൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ഒരു ചെറിയ ചെറിയ പാക്കറ്റുകളിൽ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ മാർക്കറ്റിലോട്ട് ഇറക്കുന്നത്. 1 രൂപയുടെ, 2 രൂപയുടെ, 4 രൂപയുടെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു റേറ്റിലാണ് നമ്മള് മാർക്കറ്റിലേക്ക് ഷാമ്പൂവിന്റെ പ്രൊഡക്റ്റ് ഇറക്കുന്നത് അല്ലെ. ഇനി അത് അവർ യൂസ് ചെയ്ത് അവർക്ക് ഇഷ്ടമായെങ്കിൽ അവർ കുറെ അധികം വാങ്ങിക്കാനായിട്ട് നോക്കും അല്ലെ. കുറെ അധികം വാങ്ങിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്താണ് അത് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, അവർക്കത് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കമേഴ്സ്യലൈസേഷൻ ചെയ്യും. എന്താണ്? വാണിജ്യവൽക്കരണം. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് കമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ ഓഫ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യും? ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ ആദ്യം മാർക്കറ്റിംഗിലോട്ട് ഇറക്കിയത്. ഇനി അത് വലിയ പ്രൊഡക്ട്സ് ആക്കി, വലിയ കുപ്പികളിലാക്കി നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിലോട്ട് ഇറക്കും. ക്ലിയർ ആയോ? അതാണ് കമേഴ്സ്യലൈസേഷൻ. ടെസ്റ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഓരോ ചെറിയ സാമ്പിൾസ് ആക്കി നമ്മള് ചെറിയ ചെറിയ പാക്കറ്റിലാക്കി നമ്മൾ ഇറക്കി. അതിനുശേഷം അത് അവർക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഹൃദയം സെയിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് അവർക്ക് അത് താല്പര്യമുണ്ട്, ഇഷ്ടപ്പെട്ടു, ആ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലാവുമ്പോ അത് വലിയ ബോട്ടിലുകളിലാക്കിയിട്ട് നമ്മള് പ്രൊഡക്ഷൻ നടത്തും. ക്ലിയർ ആയോ? ഇത്രയുമാണ് എന്ന് പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓൾഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് റീഡിസൈൻ ചെയ്ത് തീർക്കുന്നതിനുമായിട്ടുള്ള സ്റ്റെപ്പുകള്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6. ക്ലിയർ ആയോ? സ്റ്റെപ്പ് 6 വരെ. ഫസ്റ്റിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? നമ്മളൊരു ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ഇനി അത് എന്ത് ചെയ്യുന്നു? സ്ക്രീൻ ചെയ്യുന്നു അല്ലെ, സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അപ്പൊ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്റ്റ് ഇറക്കേണ്ടത്. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാല് നമുക്ക് കുറെ സെയിൽ കിട്ടും എന്നുള്ളതും കൺസിഡർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്താണ്? ബിസിനസ് അനാലിസിസ് ചെയ്തു അല്ലെ. ബിസിനസ് അനാലിസിസ് ചെയ്തു. എന്താ ചെയ്തത്? നമ്മള് വിലയിരുത്തണം, കുറെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിലയിരുത്തിയത്? നമ്മൾ ആദ്യം ഐഡിയാസ് കൊണ്ടുവന്നു, സൂക്ഷ്മ പരിശോധന നടത്തി. ഇനി ഈ പ്രൊഡക്റ്റ് മാർക്കറ്റില് വിറ്റഴിഞ്ഞു പോകോ എന്നുള്ളത് അങ്ങനെ വിലയിരുത്തി. അതിനുശേഷം
ഇനി എന്താണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്തു. നമ്മൾ എന്താണ് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. പിന്നീട് എന്താ ചെയ്യുന്നു? ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നു അല്ലെ. ഓരോ ചെറിയ ഷാമ്പൂന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താണ്? ഷാമ്പൂസ് നമ്മൾ ചെയ്തു, ചെറിയ സാമ്പിൾസ് ആക്കി പ്രൊവൈഡ് ചെയ്തു. കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മള് വീണ്ടും കമേഴ്സ്യലൈസേഷനിലോട്ട് പോയില്ലേ. വാണിജ്യവൽക്കരണം സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് കമേഴ്സ്യലൈസേഷൻ. അതെന്താണ്? ചെറിയ ബോട്ടിലുകളിൽ അല്ലെങ്കിൽ ചെറിയ സാമ്പിളുകളിലാക്കി കൊടുത്തത് വലിയ രീതിയിലുള്ള ബോട്ടിലുകളിലാക്കി പ്രൊഡക്ഷൻ നടത്തി. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയോ? സ്റ്റെപ്പ് 2 ഡൗട്ട് ഉണ്ടോ? സ്റ്റെപ്പ് 2 പറയണോ ഇനി? സ്റ്റെപ്പ് 2 എന്താണ്? സൂക്ഷ്മ പരിശോധന അല്ലെ. നമ്മൾ ആദ്യം സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഐഡിയാസ് ജനറേറ്റ് ചെയ്തു, അതിനെ സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് സെക്കൻഡ് സ്റ്റെപ്പില്. എന്താ പറഞ്ഞത്? ഐഡിയാസ് ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. ഇഫ് നോട്ട് റിമൂവ്ഡ് എന്ന് പറഞ്ഞത് വെട്ടിക്കളയണോ കേട്ടോ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? ഞാനിപ്പോ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം?
ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സെയിൽസ് പോകുമോ എന്നുള്ളതും കൺസിഡർ ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൂടുതൽ വിറ്റഴിഞ്ഞു പോകുമോ, പ്രോഫിറ്റ് കിട്ടോ എന്നുള്ളതും എന്ത് ചെയ്യണം, ഗവേഷണം നടത്തേണ്ടതുണ്ട്. ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റിലെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ക്വാളിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കള് ഉണ്ടോ, റോ മെറ്റീരിയൽസ് ഉണ്ടോ, അതിന്റെ പോലെയുള്ള പേഴ്സണൽസ് അല്ലെ, എന്താണ് സ്റ്റാഫുകൾ, അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടോ, അതുപോലെ തന്നെ കമ്പനിക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ്, ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിവുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവൈലബിൾ ആണോ എന്നുള്ളതും നോക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ സെക്കൻഡ് സ്റ്റെപ്പ്? ഇനി നോക്കിയേ, ഫോർത്ത് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, നമ്മള് ബിസിനസ് കാര്യങ്ങൾ അല്ലെ, ബിസിനസ്സിൽ അനലൈസ് ചെയ്തു നമ്മള്. എന്താണ് ബിസിനസ് കാര്യങ്ങളൊക്കെ, എന്താണ് നമ്മള് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, ബിസിനസ് അനാലിസിസ് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഐഡിയാസ് കിട്ടി, സൂക്ഷ്മ പരിശോധന നടത്തി, നമ്മൾ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കിയാൽ വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ള വിലയിരുത്തലും കൂടി ചെയ്യലാണ് ബിസിനസ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. ഇനി അതിനുശേഷം എന്താണ്, ഫോർത്ത് സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റില് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, വാൻസ് അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്, പാക്കേജിംഗ്, ബ്രാൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും, ഈ നാല് കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു തരും, ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ വരാം, ഹോസ്പിറ്റലില് പുതിയ പുതിയ സർവീസുകളാവാം, ചിലപ്പോൾ പുതിയ വല്ല ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റോ അങ്ങനെ വല്ല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുതിയ പുതിയ സ്കാനിങ് മെഷീൻസ് ഒക്കെ കൊണ്ടുവരുന്ന അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആവാം. പുതിയ പുതിയ നിങ്ങളിപ്പോ ആഡ്സ് കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റൽസിന്റെ അഡ്വർടൈസ്മെന്റ്സ്, അവരെന്താണ് പുതിയ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പല പല ആഡ്സിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യും. കസ്റ്റമേഴ്സിലേക്ക് ചെയ്യിക്കാനായിട്ടാണ്, പ്രമോഷൻ നടത്താൻ അല്ലെ, പ്രമോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോ എന്താണ്, ചിലപ്പോ വല്ല എക്യുപ്മെന്റ്സ് പുതിയതായിട്ട് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ പുതിയ സർവീസുകൾ. ഇപ്പോ എന്താണ് കണ്ണ് പരിശോധനയുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റൽസിന്റെ അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ള സർവീസസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു അഡ്വർടൈസ്മെന്റിലൂടെ. അതൊക്കെയാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മനസ്സിലായില്ലേ? അവര് ചിലപ്പോ നടത്തുന്ന പുതിയ സർവീസുകളാവാം, അല്ലെങ്കിൽ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൺസ്യൂമേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്തത്, ആഡ്സ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഇനി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് functions has been broadly adopted as a way to learn about markets, attract sufficient resources, evolve appropriate service, and communicate the availability of such goods to those who may be able to buy such services. എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം,
To learn about markets, different types of markets ഉണ്ട് പലതരത്തിലുള്ള മാർക്കറ്റുകളുണ്ട് അതിനെ കുറിച്ച് പഠിക്കണം. To learn about markets. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. അതിനുശേഷം എന്താണ് attract sufficient resources. എന്താണ് ഹോസ്പിറ്റലിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് ആരായിരിക്കും attract ചെയ്യിപ്പിക്കുക. ആരായിരിക്കാം sufficient resources എന്ന് പറഞ്ഞാല് ആരായിരിക്കാം ഗസ് ചെയ്യാൻ പറ്റോ? ഹോസ്പിറ്റലിലെ സഫിഷ്യന്റ് റിസോഴ്സസ് ആരായിരിക്കാം? മെയിൻ ആളുകള് പേഷ്യൻസ്. അവരെന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യിപ്പിക്കണം. ഇവിടെ സഫിഷ്യന്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ആണ് ടു ലേൺ അബൌട്ട് മാർക്കറ്റ്. സെക്കൻഡ് ഫങ്ഷൻ ആണ് എന്ത്? അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്. അട്രാക്ട് ചെയ്യിപ്പിക്കുക, പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക. എന്താണ്? ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസുകള്. ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ സർവീസസുകൾ ഡെവലപ്മെന്റ് ചെയ്യുക. ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെന്റ്. ഓക്കെ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ടു ബൈ സച്ച് സർവീസസ്. അപ്പോ എന്താണ്? അവരോട് പറഞ്ഞ് ഇതാക്കണം അല്ലെ? എന്ത് ചെയ്യണം? പ്രമോഷൻ നടത്തേണ്ടതുണ്ട്. അവരോട് ഞങ്ങൾ തുടങ്ങാൻ പോണ സർവീസസുകൾ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന സർവീസസുകൾ ഇതാണ് എന്നതാണെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ടു ലേൺ അബൌട്ട് മാർക്കറ്റ്. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസുകൾ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുക. അതുപോലെ ഞങ്ങൾ തുടങ്ങാൻ പോണ സർവീസസുകൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയ സർവീസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ അത് കമ്മ്യൂണിക്കേഷൻ നടത്തുക. കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുക. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെയാണോ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് ഇനി നോക്കിയേ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് എന്ത്? മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി മാർക്കറ്റ് പ്ലാനിങ്ങിന്റെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് അടിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. അതിനകത്ത് ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മിസ് പറഞ്ഞു തരാം കേട്ടോ. ഓരോന്നെ മിസ് പറഞ്ഞു തരാം. ഫസ്റ്റ് എലമെന്റ് ആണ് ഇത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. അതാണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. 1 എന്ന നമ്പർ കൊടുക്കാം കേട്ടോ. മനസ്സിലായോ? അത് എലമെന്റില് മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റില് ഫസ്റ്റ് വൺ ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഇനി രണ്ടാമത്തെയാണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. 2 എന്ന നമ്പർ ഇട്ട് കൊടുക്കാം. അടുപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതാണ് മിസ് പറഞ്ഞത്. ഫസ്റ്റ് വൺ സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ് and second one conduct market research. And third one is analyze research. Third one is analyze research. And fourth one is identify a budget. Fourth one is identify a budget. Fifth one is develop market strategies. Develop market strategies. Sixth one, develop an implementation schedule. Develop an implementation schedule. And seventh one is create an evaluation process. Create an evaluation process. 7 elements കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഭാഗം തുടങ്ങി
ഒന്നുകൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് എലമെന്റ് ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. സെക്കൻഡ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. തേർഡ് വൺ ഈസ് അനലൈസ് റിസർച്ച്. ഫോർത്ത് വൺ ഈസ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഫിഫ്ത് വൺ ഈസ് develop market strategy. Sixth one is develop an implementation schedule. Seventh one is create an evaluation process. Okay ആണോ? പറയണോ? ഡൗട്ടുണ്ടോ? ഓക്കെ, ഇത്ര വരെയും നിങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെയും പഠിച്ചിട്ട് വരാം. ക്ലിയർ ആണോ? പറഞ്ഞ ഭാഗങ്ങള് സ്റ്റെപ്സ് പഠിക്കണം, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് നോക്കിയിട്ട് വരാം. ഓക്കെ. Okay, thank you.